ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പ്രസവിച്ച 2 പെൺമക്കളുടെ മുഖം ഇപ്പൊ എന്റെ മനസ്സില്. അവരുടെ കരച്ചില എന്റെ ഉള്ളിൽ നിറയെ. അതിനൊരു പരിഹാരം കാണാതെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ച നീ എന്റെ മകനെയല്ല. ആ കുഞ്ഞ് മര്യാദ കേടൊന്നുമല്ലല്ലോ നിന്നോട് ചോദിച്ചത്. അച്ഛനോട് പറഞ്ഞ ഒരു വീട് തരൂന്നല്ലേ പറഞ്ഞുള്ളൂ. എടേ, ആ ചോദ്യം അവരുടെ പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാ. അതാണ് അവരുടെ സംസ്കാരം. ഇന്നാ കുട്ടി നിന്നോട് ചോദിച്ച ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് മഹാദേവവർമ്മ സാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഹൃതികമോളുടെ മുത്തച്ഛൻ വേണുവിനൊരു വീട് വേണ്ടെന്ന്. പിന്നീട് സരസ്വതി മാഡവും പ്രതാപൻ സാറും എന്നോടും ഇവനോടും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഔദാര്യം സ്വീകരിക്കാത്ത അഭിമാനികളായി പോയത് ഞങ്ങളുടെ ശരി. ചിലർക്ക് തെറ്റായി തോന്നാം. അവർ ചോദിച്ച ചോദ്യമേ ആ കുട്ടി നിന്നോട് ചോദിച്ചിട്ടുള്ളൂ. അതൊരു തെറ്റാണോ? ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ആ രമ്യയുടെ കഴുത്തിൽ ഒരു താലിച്ചരട് കെട്ടിയിരുന്നെങ്കിൽ ഈ വീടും മാറണ്ട, ഈ വീട് സ്വന്തം ആവുമായിരുന്നു. അത് ശരി. അതെന്താ വെച്ചാ അവള് പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണല്ലേ? എന്നേക്കുമായി എന്റെ മകൻ അവളുടെ അടിമ. പതുക്കെ പതുക്കെ പലിശക്കാരി രുക്മിണി ഇവിടെ കയറി വന്ന് ഭരണം തുടങ്ങും. ഇപ്പൊ ഇവനീ വീട്ടിൽ താമസിക്കുന്നത് പോലെ. ഞാനും ഭാര്യയും മക്കളും രുക്മിണിയുടെ നായ്ക്കള്. അവള് കേറി വരുമ്പോ കുരയ്ക്കണം, വാലാട്ടണം. നായെന്നല്ലേ എന്നെ വിളിച്ചത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും അമ്മ മാഡത്തോട് പറഞ്ഞത് വളരെ മോശമായി. ഓഹോ, മോശമായി പോയോ? സംശയം എന്താ? മോശമായി പോയി. ഭാര്യ പറഞ്ഞപ്പോ അവൻ നൊന്തു. നിന്റെ അമ്മ നിന്ന് ഉരുകുന്നത് നിനക്കൊരു പ്രശ്നമല്ല. നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നിന്റെ രാജകുമാരിയെ വിളിച്ച് അവളെ കൊട്ടാരത്തിൽ പോടാ. ഇവിടെ ഞാനും ബാക്കിയുള്ളവരും നാളെ തെരുവിലേക്ക് ഇറങ്ങുക. പിച്ചക്കാരെ പോലെ കടത്തിണ്ണയിലേക്ക്. ഇവിടെ കടത്തിണ്ണയിലേക്ക് ആരും പോകുന്നില്ല. അതിനുള്ള അവസരമൊന്നും ദൈവം ഉണ്ടാക്കില്ല. പിന്നെ എങ്ങോട്ട് പോവും? നിങ്ങൾക്കുണ്ടല്ലോ കുറെ തറവാട് സ്വത്തുക്കളും ഏക്കർ കണക്കിൽ കിടക്കല്ലേ, ഒരേടങ്ങളും വീടുകളും. കളിയാക്കല്ലേടി. ഒത്തിരി വാഗ്ദാനം തന്ന് മോഹിപ്പിച്ച് തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ലല്ലോ നിന്നെ. എല്ലാം അറിഞ്ഞിട്ട് സന്മനസ്സോടുകൂടി തന്നെയാ നീ എന്റെ കൂടെ വന്നത്. അതിന് വീട്ടുകാരും നാട്ടുകാരും സാക്ഷികളാ. ദൈവമേ, എങ്ങോട്ട് പോവാന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരു കിടപ്പാട് എന്റെ സ്വപ്നമായിരുന്നു. ശ്രമിച്ചതാ, സാധിച്ചില്ല. ഉണ്ടായിരുന്നല്ലോ ഒരു തറവാട്, അതെവിടെ പോയി? നിന്നെ കാണുന്നതിന് മുമ്പ് വരെ ഞാനൊരു വിവാഹ ജീവിതം ആഗ്രഹിച്ചിട്ടില്ല. തറവാടുണ്ടായിരുന്നു. കൂടപ്പിറപ്പുകളൊക്കെ ദരിദ്രവാസികളായതുകൊണ്ട് അതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തിട്ട് പോന്നു. ഓ, ഉണ്ടായിരുന്നതെല്ലാം അവർക്ക് കൊടുത്തു. അപ്പോ നിങ്ങൾ സമ്പന്നനായിരുന്നല്ലോ അല്ലേ? ചങ്കിലിട്ട് കുത്തി വേദനിപ്പിക്കില്ലേടി. അമ്മേ, അമ്മ വിചാരിച്ച ഒരു കാര്യം നടക്കാതിരുന്ന അന്ന് മുതല് അമ്മ മറ്റൊരു ക്യാരക്ടറായിട്ട് മാറിയിരിക്കുക. എന്റെ അമ്മ തന്നെയാണോ ഇതെന്ന് ഞാൻ സംശയിച്ചു പോവാ. അതേടാ, ഞാനിപ്പൊ നിന്റെ അമ്മയല്ല. ഞാൻ പ്രസവിച്ച 2 പെൺമക്കളുടെ മുഖം ഇപ്പൊ എന്റെ മനസ്സില്. അവരുടെ കരച്ചില എന്റെ ഉള്ളിൽ നിറയെ. അതിനൊരു പരിഹാരം കാണാതെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ച നീ എന്റെ മകനെയല്ല.
രാജുവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. എന്റെ ദൈവമേ, അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കൊരു വഴി പറഞ്ഞു തന്റെ ഈശ്വര. ആ ജയൻ. ജയ, എടാ സംഗതി സക്സസ്. ഞാൻ അടിച്ചു മാറ്റി. അമ്പട ഭയങ്കര. എങ്ങനെയാ കാര്യം സാധിച്ചത്? അതൊക്കെ സാഹസിക കഥയാ. എല്ലാം വിവരിച്ച് പറയാം. പിന്നെ ആവട്ടെ. ഓക്കെ. ഇവിടത്തെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അംബിക വർമ്മ. ഞാനും തൽക്കാലത്തേക്ക് ഒരു വർമ്മയാണല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. അതങ്ങനെ തന്നെയാ. ഹലോ ഹലോ, അംബിക മാഡം അല്ലേ? അതെ, അംബിക വർമ്മയാ. ആരാ? ഞാൻ ജയചന്ദ്ര വർമ്മ. ഓ സോറി, ഞാൻ ജയന, രാജുവിന്റെ അളിയൻ ജയൻ. ജയനോ? മറ്റേ ഊളയാ. ഓണത്തിന് മാവേലി വേഷം കിട്ടിയ ജയൻ, രാജുവിന്റെ അളിയൻ. ഓ, സംസാരിക്ക. അവൻ രാജുവിന്റെ 1-ാം നമ്പർ പാരയാ. എന്തെങ്കിലും കാര്യം കാണും, സംസാരിക്ക. ആ മനസ്സിലായി. അല്ല, എന്തിനാ ജയ വിളിച്ചേ? മാഡം ഒരു ഹെൽപ്പ് വേണമായിരുന്നു, അതിനാ ഞാൻ വിളിച്ചത്. എന്ത് ഹെൽപ്പാ വേണ്ടേ? മടിക്കണ്ട, പറ ജയ. രാജു അളിയൻ ഞാനൊക്കെ ആ രുക്മിണി ചേച്ചിയുടെ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്. ഇപ്പൊ രുക്മിണി ചേച്ചി ഇവിടെ വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അയ്യോ, എന്ത് പ്രശ്നം? അല്ല, പ്രശ്നം